ഗുരു ആത്മോപദേശ ശതകം ശ്ലോകം 31 മുതൽ 40 വരെ. അനുഭവമാദിയിലൊന്നിരിക്കിലല്ലാത് അനുമതിയില്ലിതു മുന്നമക്ഷിയാലേ അനുഭവിയാത് അതുകൊണ്ട് ധർമ്മിയുണ്ടെന്ന് അനുമതിയാൽ അറിവിലറിഞ്ഞിടേണം. അറിവതു ധർമ്മിയല്ല ധർമ്മമാം ഈ അരുളിയ ധർമ്മി അദൃശ്യമാകയാലേ ധരമുതലായവയൊന്നുമില്ല താങ്ങുന്നൊരു വടിവാം അറിവുള്ളതോർത്തിടേണം. അറിവു നിജസ്ഥിതി ഇങ്ങറിഞ്ഞിടാനായി ധരമുതലായ വിഭൂതി ആയി താനെ മറിയും അവസ്ഥയിൽ ഏറി മാറി വട്ടം തിരിയുമലാത സമം തിരിഞ്ഞിടുന്നു. അരനൊടിയാതിയരാളിയാർന്നിടും തേരുരുളതിലേറിയുരുണ്ടിടുന്നു ലോകം. അറിവിലനാദിയതായി നടന്നിടും തൻ തിരുവിളയാടലിൽ ഇതെന്നറിഞ്ഞിടേണം. ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടും അനിത്യമായ മായയാം ഈ ഇരുളിനെ ഈർന്നെഴുമാതി സൂര്യനത്രേ. അറിവിനു ശക്തി അനന്തമുണ്ടിതെല്ലാം അറുതിയിടാം സമന്യെന്നിവണ്ണം ഇരുപിരിവായിതിലന്യ സാമ്യമാർന്നുള്ള ഉരുവിലമർന്നു തെളിഞ്ഞുണർന്നിടേണം. വിഷമതയാർന്നെഴുമന്യവെന്നു കൊള്ളുവാൻ വിഷമം അഖണ്ഡ വിവേകശക്തിയന്യേ വിഷമയവെന്നതിനാൽ വിവേകമാകും വിഷയവിരോധിനിയോടണഞ്ഞിടേണം. പലവിധമായി അറിയുന്നതന്യൊന്നായി വിലസുവതാം സമയെന്നു മേലിലോതും നിലയെ അറിഞ്ഞു നിവർന്നു സാമ്യമേലും കലയിലലിഞ്ഞു കലർന്നിരുന്നിടേണം. അരുളിയ ശക്തികളെ തുടർന്നു രണ്ടാം പിരിവിവയിൽ സമതൻ വിശേഷമേകം വിരതി വരാ വിഷമ വിശേഷമൊന്നിത്തരമിവ രണ്ടു തരത്തിലായിടുന്നു. സമയിലും അന്യയിലും സമാപി വന്നിങ്ങമരുവതുണ്ടതിൻ വിശേഷശക്തി അമിതയതാകിലുമാകെ രണ്ടിവറ്റിൻ ഭ്രമകലയാലഖിലം പ്രമേയമാകും. ഓം ശാന്തി ശാന്തി ശാന്തി.